നമസ്കാരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ പരിശോധിക്കാം. ആദ്യം ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത 7 റോഡിന് അംഗീകാരം എന്ന വാർത്തയാണ്. 20 വർഷത്തെ വികസനം മുന്നിൽ കണ്ട് മുന്നോട്ട് വെച്ച 17 പദ്ധതികളോടും അനുകൂല സമീപനം. ദേശീയപാത 66 വികസനം 2025 പൂർത്തിയാക്കും. പുനലൂരിൽ ബൈപ്പാസ് വികസനത്തിന് അംഗീകാരം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കേന്ദ്രത്തിൽ നിന്നും അനുമതി ലഭിച്ച അതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. പല കാരണങ്ങളാൽ വൈകിയ 7 റോഡ് പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ തത്വത്തിൽ അംഗീകാരം നൽകി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്തയ്ക്ക് തുടക്കം കുറിക്കുന്നത്. മാത്രമല്ല, വാർത്തയുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചിത്രം കൂടി പങ്കുവച്ചിട്ടുണ്ട്. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മുഹമ്മദ് റിയാസും നിതിൻ ഗഡ്കരിക്ക് ഉപഹാരം നൽകുന്ന ഒരു ചിത്രമാണ് പങ്കുവച്ചിട്ടുള്ളത്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ വൈദ്യുതി യൂണിറ്റിന് 16 പൈസ കൂട്ടിയതുമായി ബന്ധപ്പെട്ട വാർത്ത ദേശാഭിമാനി പ്രാധാന്യത്തിൽ നൽകിയിട്ടുണ്ട്. പക്ഷേ താഴെയാണ്, ദേശാഭിമാനി പത്രത്തിന്റെ താഴെയായിട്ടാണ് വാർത്ത നൽകിയിട്ടുള്ളത്. റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവ് വൈദ്യുതി യൂണിറ്റിന് 16 പൈസ കൂട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്തയുടെ തലക്കെട്ട് നൽകിയിട്ടുള്ളത്. മറ്റൊന്ന് സഹായമില്ല, പെരും നുണയുമായി അമിത്ഷാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്തയാണ്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തമുണ്ടായി 4 മാസം പിന്നിട്ടിട്ടും സഹായം എത്തിക്കാതെ പെരും നുണയുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്ന് പറഞ്ഞുകൊണ്ട് അമിത്ഷായെ വിമർശിച്ചുകൊണ്ടുള്ള, കേന്ദ്രത്തെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണ് ദേശാഭിമാനി വലിയ പ്രാധാന്യത്തിൽ ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിരിക്കുന്നത്. മറ്റൊരു വാർത്ത ഡിവൈഎഫ്ഐ വയനാടിന് വേണ്ടി നൽകിയ സഹായവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഡിവൈഎഫ്ഐ നമ്മൾ വയനാട് ക്യാമ്പയിനിൽ യുവത കണ്ടെത്തിയത് 20.44 കോടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. അടുത്തത് കേരള കൗമുദിയാണ്. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത വൈദ്യുതി ചാർജുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. യൂണിറ്റിന് 16 പൈസ കൂട്ടി, ഷോക്ക് അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. വർധന ബാധകമല്ലാത്ത വിഭാഗങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ആരെയെല്ലാമാണ് ഈ വർധനവ് ബാധിക്കാത്തതെന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ അത് ബുള്ളറ്റിനായി പെടുന്ന മനസ്സിലാകുന്ന രീതിയിൽ നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ നിരക്ക് വർധനയിലുണ്ടാകുന്ന വ്യത്യാസം കൃത്യമായി തന്നെ 2 ടേബിളുകളായും നൽകാനായി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഓരോ വർഷങ്ങളിലും എത്ര ശതമാനം വീതമാണ് കൂടിയിട്ടുള്ളതെന്ന് 2013 മുതൽ 2024 വരെയുള്ള നിരക്കുകൾ കൃത്യമായി, അതായത് 10 വർഷത്തെ നിരക്കുകൾ കൃത്യമായി തന്നെ കേരള കൗമുദി എടുത്ത് കാണിക്കുന്നുണ്ട്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ ഭരണഘടനാ ദിനാചരണത്തോടനുബന്ധിച്ച് എറണാകുളത്തെ ഹൈക്കോടതി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രഭാഷണം നടത്താനെത്തിയ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകൂർ ജംദാറുമായി സൗഹൃദ സംഭാഷണത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. അതിന്റെ ചിത്രമാണ് പങ്കുവച്ചിട്ടുള്ളത്. മറ്റു വാർത്തയിലേക്ക് വരുമ്പോൾ പരീക്ഷണ കുഴൽപാത പൂർത്തിയായി, ഹൈപ്പർ ലൂപ്പ് കുതിപ്പിന് ഇന്ത്യയും എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. കരയിൽ വിമാനത്തേക്കാൾ വേഗത. ഇനി വാർത്തയിലേക്ക് വരുമ്പോൾ കരയിൽ വിമാനത്തേക്കാൾ വേഗതയിൽ കൂറ്റൻ കുഴലിലൂടെ സഞ്ചരിക്കുന്ന ഹൈപ്പർ ലൂപ്പ് ഗതാഗതം നടപ്പാക്കാൻ ഇന്ത്യയും എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. വികസനവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. നവീൻ ബാബു കേസ് കോടതി നിർദ്ദേശിച്ചാൽ ഏറ്റെടുക്കാമെന്ന് CBI എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. അതും വലിയ പ്രാധാന്യത്തിൽ തന്നെ ഫ്രണ്ട് പേജിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത ബസ്സുകൾക്കിടയിൽ ഞെരുങ്ങി ബാങ്ക് മാനേജർക്ക് ദാരുണാന്ത്യം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തയാണ്. കിഴക്കേക്കോട്ടയിൽ റോഡ് മുറിച്ച് കറക്കുന്നതിനിടെ കൊല്ലം സ്വദേശി ഉല്ലാസ് ബസ്സുകൾക്കിടയിൽ പെട്ടപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിട്ടുള്ളത്. മറ്റൊന്ന് കുവൈറ്റ് ബാങ്കിന്റെ 700 കോടി തട്ടി 1425 മലയാളികളെ തിരയുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തയും കേരള കൗമുദി ഫ്രണ്ട് പേജിൽ തന്നെ വലിയ പ്രാധാന്യത്തിൽ നൽകിയിട്ടുണ്ട്. അടുത്തത് മാധ്യമമാണ്. മാധ്യമത്തിലേക്ക് വരുമ്പോൾ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ് വലിയ പ്രാധാന്യത്തിൽ നൽകിയിട്ടുള്ളത്. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ച് 1.5 അടി എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന്റെ തലക്കെട്ട് വരുന്നത്. വർധന യൂണിറ്റിന് 16 പൈസ വ്യാഴാഴ്ച മുതൽ പ്രാബല്യത്തിലായി. 2025 ഏപ്രിൽ വീണ്ടും 12 പൈസ വർദ്ധിക്കും. ഫിക്സഡ് നിരക്കും കൂടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റ് ഹൈലൈറ്റ്സുകൾ മാധ്യമം നൽകിയിട്ടുള്ളത്. മറ്റ് വാർത്തകളിലേക്ക് വരുമ്പോൾ ബസ്സുകൾക്കിടയിൽ ഞെരുങ്ങി ബാങ്ക് ഉദ്യോഗസ്ഥന് ദാരുണാന്ത്യം സംഭവിച്ച വാർത്തയും മാധ്യമവും വലിയ പ്രാധാന്യത്തിൽ ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് സർക്കാർ കണക്കുകൾ കൊണ്ട് ആശയക്കുഴപ്പം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വയനാട് ദുരന്തത്തിൽ ഹൈക്കോടതി പറഞ്ഞതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. വയനാട് ദുരന്ത ബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കണക്കുകൾ കൊണ്ട് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന നടപടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവസാനിപ്പിക്കണമെന്ന് ഹൈക്കോടതി താക്കീത് ചെയ്തതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. മറ്റൊന്ന് സ്മാർട്ട് സിറ്റി സംസ്ഥാന താൽപര്യം സംരക്ഷിക്കുമെന്ന് മന്ത്രി രാജീവ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റും വാർത്തയെ തന്നെ മാധ്യമം നൽകിയിട്ടുണ്ട്. അടുത്തത് മാതൃഭൂമിയാണ്. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ 2 ഫ്രണ്ട് പേജുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാതൃഭൂമി ആദ്യത്തെ ഫ്രണ്ട് പേജിൽ ഉൾപ്പെടുന്ന പ്രധാന വാർത്ത വൈദ്യുതി നിരക്കുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. തുടർ ഷോക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് മാതൃഭൂമി അതിന് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. വൈദ്യുതി നിരക്ക് ശരാശരി 16 പൈസ കൂട്ടി, അടുത്ത ഏപ്രിലിൽ 12 പൈസ കൂടുമെന്ന് പറഞ്ഞുകൊണ്ട് 2 ഹൈലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ 2 മാസത്തെ യൂണിറ്റ് ഉപയോഗത്തിൽ പഴയ നിരക്കും പുതിയ നിരക്കും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നത് കാണിച്ചുകൊണ്ടുള്ള വിശദമായി തന്നെ ഒരു ടേബിൾ മാതൃഭൂമി നൽകുന്നുണ്ട്. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ
എന്നാൽ വീട്ടു നമ്പർ ഡിജിറ്റലാകും വഴി റൂട്ട് മാപ്പിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തയാണ്. വിലാസം പോലുമില്ലാതെ വീടിന്റെയും വീട്ടുടമയുടെയും വിവരങ്ങൾ വിരൽത്തുമ്പിലെത്തുന്ന ഡിജി ഡോർ പിൻ സംസ്ഥാനത്ത് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. മറ്റ് വാർത്തകളിലേക്ക് വരുമ്പോൾ മലയാളികൾക്കെതിരെ പോലീസ് അന്വേഷണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. വായ്പ തിരിച്ചടയ്ക്കാതെ മുങ്ങിയതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. കുവൈത്തിൽ ഗൾഫ് ബാങ്കിൽ നിന്ന് കോടികളുടെ വായ്പയെടുത്ത് മലയാളികൾ രാജ്യം വിട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത തുടങ്ങുന്നത്. മറ്റൊന്ന് ഡോക്ടർ BR അംബേദ്കറുടെ ചരമവാർഷികമായ വെള്ളിയാഴ്ച പാർലമെന്റിലെ പ്രകടനസ്ഥലിൽ നടന്ന ചടങ്ങിനിടെ സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും സ്പീക്കർ ഓം ബിർള, മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് എന്നിവർ സമീപം നേർന്നിട്ട് എല്ലാവരും ചിരിച്ചുകൊണ്ട് കൈകൊടുക്കുന്ന ഒരു ചിത്രമാണ് പങ്കുവച്ചത്. അടുത്തത് മലയാള മനോരമയാണ്. മലയാള മനോരമയിൽ ഇന്ന് 2 ഫ്രണ്ട് പേജുകളാണുള്ളത്. അതിൽ ആദ്യത്തേത് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. യൂണിറ്റിന് 14 പൈസ കൂടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് മനോരമ അതിനൊരു സിമ്പിളായിട്ടൊരു തലക്കെട്ടാണ് നൽകിയിട്ടുള്ളത്. 2025-26 12 പൈസ, 3ാം വർഷവും നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം തള്ളി. സമ്മർ താരിഫ് ആവശ്യവും നിരസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ വാർത്തയുടെ വിശദവിവരങ്ങൾ മലയാള മനോരമ നൽകുന്നുണ്ട്. മറ്റ് വാർത്തകളിലേക്ക് വന്നാൽ സ്മാർട്ട് സിറ്റി തൊഴിലുറപ്പാക്കാൻ ടീംകോമിന് ബാധ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്മാർട്ട് ട്രെക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തയാണ്. സ്മാർട്ട് സിറ്റി പദ്ധതി വഴി തൊഴിലവസരം നൽകാൻ ടിംകോം കമ്പനിക്ക് നിയമപരമായ ബാധ്യതയില്ലാത്ത വിധം കരാറിൽ കുരുക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത നൽകുന്നത്. മറ്റ് ബസ്സുകൾക്കിടയിൽ ഞെരുങ്ങി ബാങ്ക് ഉദ്യോഗസ്ഥൻ മരിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയും ഫ്രണ്ട് പേജിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. മറ്റ് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്ത് ഉപാധികളുടെ ജാമ്യം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വാർത്തയും നൽകുന്നുണ്ട്. ബലാത്സംഗ കേസിൽ പോലീസിന് മുന്നിൽ ഹാജരായ നടൻ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്തു. കോടതിയുടെ അനുമതിയില്ലാതെ കേരളം വിട്ടുപോകരുതെന്നതടക്കമുള്ള ഉപാധികളുടെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആ വാർത്ത വരുന്നത്. മറ്റൊന്ന് രാജ്യസഭയിൽ അഭിഷേക് സിംഗ്വിയുടെ സീറ്റിൽ നോട്ടുകെട്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. രാജ്യസഭയിൽ കോൺഗ്രസ് അംഗം അഭിഷേക് മനു സിംഗ്വിക്ക് അനുവദിച്ച 222ാം നമ്പർ സീറ്റിൽ നോട്ടുകെട്ട് കണ്ടെത്തിയെന്ന വെളിപ്പെടുത്തലിന് പിന്നാലെ സഭയിൽ ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലത്തെ വലിയ വാർത്ത അധിക പ്രാധാന്യത്തോടുകൂടി തന്നെ നൽകിയിട്ടുണ്ട്. അടുത്തത് ദീപികയാണ്. ദീപികയിലേക്ക് വരുമ്പോൾ കരണത്തടി എന്ന് പറഞ്ഞുകൊണ്ടാണ് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുള്ളത്. കൂടെ തന്നെ ദീപികയും വിശദമായി തന്നെ ഒരു ടേബിൾ നൽകുന്നുണ്ട്. എങ്ങനെയെല്ലാമാണ് ആ വൈദ്യുതി നിരക്ക് ബാധിക്കുന്നത് എന്ന് കാണിക്കുന്നുണ്ട്. എനർജി ചാർജിൽ 2 മാസത്തേക്ക് 400 രൂപ വരെ വർധന എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റൊരു സൈഡ് സ്റ്റോറിയും ദീപിക നൽകുന്നുണ്ട്. മറ്റൊന്ന് നഗരമധ്യത്തിൽ ബസ്സുകൾക്കിടയിൽപ്പെട്ട ബാങ്ക് ജീവനക്കാരന് ദാരുണാന്ത്യം എന്ന വാർത്തയാണ് നൽകിയിട്ടുള്ളത്. മറ്റ് വാർത്തകളിലേക്ക് വരുമ്പോൾ വയനാട് പുനരധിവാസം കടുപ്പിച്ച് ഹൈക്കോടതി എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിട്ടുള്ളത്. വയനാട് ദുരന്ത പുനരധിവാസവുമായി ബന്ധപ്പെട്ട കണക്കുകളിൽ വ്യക്തതയില്ലെന്ന ഹൈക്കോടതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. കേരളത്തിന് വീഴ്ച സംഭവിച്ചെന്ന അമിത്ഷായുടെ വാക്കുകളും മറ്റൊരു സൈഡ് സ്റ്റോറിയെ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് കുവൈത്തിൽ നിന്ന് വായ്പയെടുത്ത് മുങ്ങിയവരുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. വായ്പയെടുത്ത് മുങ്ങിയവരെ പൂട്ടാൻ കുവൈത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. ഇനി മംഗളം പത്രമാണ്. മംഗളത്തിലേക്ക് വരുമ്പോൾ വൈദ്യുതാഘാതം എന്ന് പറഞ്ഞുകൊണ്ടാണ് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുള്ളത്. വലിയ പ്രാധാന്യത്തിൽ തന്നെയാണ് ഈ വാർത്ത നൽകിയിട്ടുള്ളത്. മംഗളത്തിലും വിശദമായി തന്നെ 2 ടേബിൾ നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ റെഗുലേറ്ററി കമ്മീഷന്റെ പ്രധാന തീരുമാനങ്ങൾ എന്തെല്ലാമാണെന്ന് കാണിക്കുന്ന തരത്തിൽ ബുള്ളറ്റിനോട് കൂടി തന്നെ ബുള്ളറ്റിൻ ഇട്ടുകൊണ്ട് വിശദമായ വിവരങ്ങൾ നൽകുന്നുണ്ട്. മറ്റൊന്ന് കുവൈത്തുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. 1425 മലയാളികൾക്കെതിരെ അന്വേഷണം എന്ന് പറഞ്ഞുകൊണ്ടാണ് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. മറ്റൊന്ന് സ്മാർട്ട് സിറ്റി വിവരാവകാശം മറച്ചുവെച്ചതും ദുരൂഹം എന്ന് പറഞ്ഞുകൊണ്ട് സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകുന്നുണ്ട്. സ്മാർട്ട് സിറ്റിയുടെ പ്രവർത്തനങ്ങളും പുരോഗതിയും സംബന്ധിച്ച അന്വേഷണങ്ങൾ തടസ്സപ്പെടുത്തുന്ന സമീപനം സർക്കാർ സ്വീകരിച്ചതിലെ ദുരൂഹതയും മറന്നേക്ക് പുറത്തു വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന് ദിലീപിന് ശബരിമലയിൽ VIP പരിഗണന വിമർശനമായി ഹൈക്കോടതി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. ആലുവിന് വിടചൊല്ലി ആലപ്പുഴ കണ്ണീരടക്കാനാകാതെ ക്യാമ്പസ് എന്ന് പറഞ്ഞുകൊണ്ട് അപകടവും മരണവുമായി ബന്ധപ്പെട്ട വാർത്തയും നൽകിയിട്ടുണ്ട്. കാറിടിച്ച് വയോധികയുടെ മരണം, നിർത്താതെ പോയ കാർ 9 മാസത്തിന് ശേഷം കസ്റ്റഡിയിൽ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വാർത്തയും നൽകിയിട്ടുണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ.